ഏയ് ഞാൻ പൊളിക്കും. താങ്കൾ ആരാണ്? സംഗീതത്തിലുള്ള അങ്ങയുടെ അറിവിന് മുൻപിൽ ഞാൻ വെറും അട്ടപൂജ. വന്നാലും നമുക്ക് ഗാനം ആലപിച്ചുകൊണ്ട് അതെ അതെ അതെ. എന്താ കാര്യം? എനിക്ക് അറിയുന്നത് പാടാം. എവിടെ? വേണ്ട, എനിക്ക് പാർക്ക് ഇരുന്ന് പാടിയാ മതി. കേറാ. വേണ്ടെന്നേ. ഇനി നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പാടി ഞാൻ കൊന്നുകളയും. എന്നെ കൊണ്ടുപോകുന്നേ? ഇങ്ങോട്ട് കയറാ. എവിടേക്ക്? നീലിമ മാഡത്തിന്റെ കാശ് കൊടുത്തിട്ട് നീ പാടിയാ മതി. നീലിമയോ? എടാ നീലിമ മേഡം പറയലടാ. മേഡം അത് മതി. മാഡത്തിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കോ. അല്ലടാ, ആ കാശ് നിന്നെ കൊണ്ട് ഞങ്ങൾ കൊടുപ്പിക്കും. അവക്ക് ഞാൻ കാശൊന്നും കൊടുക്കാനില്ല. അപ്പൊ എന്നെ വിടും, എനിക്ക് പാടാനുള്ളതാ. എന്റെ നടു ഓടിച്ചതും പോരാഞ്ഞിട്ട് ഇത്തിരി നേരം ഇരിക്കാനും സമ്മതിക്കുന്നില്ല. ഓരോ ജോലി തീരും തോറും അടുത്തത്. ഇങ്ങനെ ജോലി ചെയ്യാൻ ഞാൻ ഈ വീട്ടിലെ അടിമയാണെന്നാണ് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. ഓ, അതോ കുപ്പിന്ന് തുറന്നോട്ടെ ഭൂതോ? എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ലായിരുന്നു. എന്റെ ഈ അവസ്ഥ അറിഞ്ഞ വിഷമാവും. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് ആന്റി ഒന്ന് തിരിച്ചു വന്നോട്ടെ. എന്നെ ഈ കഷ്ടപ്പെടുത്തുന്നതിന് ഞാൻ പ്രതികാരം ചെയ്യും. എന്നെ ഈ നരകത്തിലേക്ക് തള്ളി വിട്ടിട്ട് സുധി ഇപ്പൊ സുഖിക്കായിരിക്കും. സുധിയുടെ സമയം ബെസ്റ്റ് സമയാ. ഇതിനായിരുന്നു താൻ എന്റെ കൂടെ പാട്ട് പാടിയത്. എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ഓ ആനന്ദ്, പറ ആനന്ദേ. അവനെ ഒരു കാറി പിടിച്ചു കയറ്റിക്കൊണ്ടാ പോയത്. ആരാ? എന്തിനാ അവര് സുധിയെ കൊണ്ടുപോയത്? ഏതോ ഒരു നീലിമയെ കുറിച്ച്. പക്ഷെ സുധിക്ക് നീലിമയെ അറിയാമെന്ന അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ അതെ, ഒരു ബ്ലാക്ക് നിറത്തിലുള്ള കാറായിരുന്നു. അല്ല, അത്തരം ഒരുപാട് കാറുകൾ റോഡിലുണ്ടല്ലോ. അത് വെച്ച് കാർ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ആ കാറിന്റെ പിന്നിലെ ഗ്ലാസ്സിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഒരു ശൂലത്തിന്റെ സ്റ്റിക്കർ ആണെന്ന് തോന്നുന്നു. അത്തരത്തിലൊരു കാറ് പോലീസിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. തൽക്കാലം ഈ കാര്യം ആനന്ദ് ആരോടും പറയണ്ട. പറയണ്ടാണോ? സുധിയുടെ ജീവൻ അപകടത്തിലാ. എനിക്കറിയാം. എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് ആനന്ദിനെ തിരിച്ചു വിളിക്കാം. നീലിമയായിരിക്കും ഇതിന് പിന്നിലെന്ന് തീർച്ചയാ. കാര്യങ്ങൾ വഷളായ അച്ഛന്റെ പണം അവള് ഞങ്ങൾക്ക് തിരിച്ചു തന്നത് എല്ലാരും അറിയും. ഷോറൂം തുടങ്ങിയത് ആ പണം കൊണ്ടാണെന്ന് അറിഞ്ഞ സച്ചി മറ്റുള്ളവരും ഞങ്ങളെ ജീവനോടെ വെച്ചേക്കില്ല. നാട്ടുകാരെ ഓടിവായോ, എന്നെ തട്ടിക്കൊണ്ടു പോകുന്നേ. നിങ്ങളൊക്കെ ആരാ? എവിടെയൊക്കെ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നേ? വണ്ടി നിർത്ത്, എന്നെ ഇറക്കി വിടാൻ. ഇനി നീ ഒരു അക്ഷരം കൊന്നളഞ്ഞ. എന്തിന്? കട്ട് ചെയ്തിട്ട് ഫോൺ ഓഫാക്കടാ. എന്റെ വൈഫാ. ആരായിരുന്നാലും കട്ടി. എന്താടാ നിനക്ക് പറഞ്ഞനുസരിക്കാൻ വയ്യേ? ചേട്ടൻ പറഞ്ഞ പാട്ട് ഞാൻ പാടിയില്ലേ? എന്നെ ഒന്ന് ഇറക്കി വിട്. എന്നെ ഇറക്കി വിടാൻ പറ. ഉണ്ടാടാ ചേട്ടാ, എന്നെ ഒന്ന് ഇറക്കി വിട് ചേട്ടാ. നിങ്ങൾ എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നേ?